ഇനിയിപ്പോൾ സുധാകരൻ ജയിച്ചു പോയാലും സുധാകരൻ്റെ വേറെ രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്നുള്ളത് ചിന്തിക്കുമല്ലോ ആളുകൾ. ആ ഒരു സ്ഥിതിഗതികൾ എന്തായാലും മനസ്സിലുണ്ടല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ സുധാകരൻ ജയിക്കാനുള്ള പ്രയാസം ഉണ്ടാകും. പൊതുവെ അദ്ദേഹം KPCC പ്രസിഡൻ്റായതിനു ശേഷം ഈ മണ്ഡലമായിട്ട് അങ്ങനെ നേരിട്ടൊരു ബന്ധപ്പെടൽ വളരെ കുറവാണ്. പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ, അതായത് MV ജയരാജനും സുധാകരനെയും നോക്കിയാൽ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സുധാകരനാണ് പൊതുവെ മെജോറിറ്റി കിട്ടുക. എതിർ സ്ഥാനാർത്ഥികൾ കണ്ണൂരും കേരളത്തിലും മാത്രമേ എതിർ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നുള്ളൂ. കേരളം വിട്ടു കഴിഞ്ഞാൽ ഡൽഹിയിലെത്തിയാൽ ഇവർ രണ്ടുപേരും ഒന്നാണ്. അത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് മുഴുവൻ പേരും BJPക്ക് വോട്ട് ചെയ്യും. ഇടതുകോട്ട എന്ന പേരാണെങ്കിലും എന്നും വലത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിനുള്ളത്. കഴിഞ്ഞ തവണയും കണ്ണൂരുകാർ തുണച്ചത് വലതിനെ തന്നെയാണ്. കഴിഞ്ഞ തവണ കൈവിട്ടത് തിരിച്ചുപിടിക്കാൻ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ തന്നെ മത്സരിപ്പിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി ഉറപ്പിച്ചതോടെ UDFിൽ നിന്നും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കേണ്ടി വരും എന്ന് അവർ മനസ്സിൽ കണ്ടു. അങ്ങനെ അവർ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പാർട്ടി എത്തുകയായിരുന്നു. കഴിഞ്ഞ തവണ ലഭിച്ചതിലും കൂടുതൽ വോട്ടുകൾ ലക്ഷ്യമാക്കി C. രഘുനാഥാണ് ഇക്കുറി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയാകുന്നത്. മുൻ ചരിത്രമൊക്കെ വെച്ച് നോക്കിയാൽ UDFും അതുപോലെ തന്നെ LDFും തമ്മിലുള്ള ആ ഒരു നേർക്കുനേർ പോരാട്ടമാണ് നമ്മുടെ കണ്ണൂരിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വോട്ട് വിഹിതം കൂട്ടാൻ BJP കട്ടയ്ക്ക് തന്നെയാണ് ഇക്കുറിയുള്ളത്. എന്താകും കണ്ണൂരിലെ ജനങ്ങൾ ഇക്കുറി കരുതി വച്ചിരിക്കുന്നത്? നമുക്ക് അവിടുത്തെ ജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ. പൊതുവെ അദ്ദേഹം KPCC പ്രസിഡൻ്റായതിനു ശേഷം ഈ മണ്ഡലമായിട്ട് അങ്ങനെ നേരിട്ടൊരു ബന്ധപ്പെടൽ വളരെ കുറവാണ്. പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ, അതായത് MV ജയരാജനും സുധാകരനെയും നോക്കിയാൽ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സുധാകരനാണ് പൊതുവെ മെജോറിറ്റി കിട്ടുക. രണ്ടുപേരും നോക്കിയാൽ, ഞാൻ അങ്ങനെയാണ് പറയാൻ പോകുന്നത്, രണ്ടുപേരും നോക്കിയാൽ ഉള്ളത്. പക്ഷേ ഇനി ഇലക്ഷൻ്റെ വിധി എന്താണെന്ന് പറയാനും കഴിയില്ല, നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളെ നാടിൻ്റെ കാര്യങ്ങൾ അവിടെ പാർലമെന്റിൽ എത്തിക്കാൻ പറ്റുന്നവരാണ്. അങ്ങനെ ഒരാൾ ആരാ ഇപ്പം 3 സ്ഥാനാർത്ഥി വിദ്യാഭ്യാസപരമായി നോക്കുകയാണെങ്കിൽ സുധാകരൻ ഓൾറെഡി പരിചയസമ്പന്നനാണ്. അതുപോലെ തന്നെ വ്യക്തിത്വപരമായി നോക്കുകയാണെങ്കിൽ രഘുനാഥ്, അദ്ദേഹം നേരത്തെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ BJP ജയിക്കും എന്നാണോ പറയുന്നത്, അതോ വോട്ട് വിഹിതം കൂടും? BJP വിജയിക്കും. K. സുധാകരനും MV ജയരാജനുമാണ് എതിർ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ കണ്ണൂരും കേരളത്തിലും മാത്രമേ എതിർ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നുള്ളൂ. കേരളം വിട്ടു കഴിഞ്ഞാൽ ഡൽഹിയിലെത്തിയാൽ ഇവർ രണ്ടുപേരും ഒന്നാണ്. അത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് മുഴുവൻ പേരും BJPക്ക് വോട്ട് ചെയ്യും. സാധ്യത കൂടുതലെന്ന് പറഞ്ഞാൽ ഇപ്പം വെച്ചിട്ട് MV ജയരാജനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷയോട് കൂടിയിട്ട് രാഷ്ട്രീയം നോക്കാണ്ട് വോട്ട് ചെയ്തിട്ട് K. സുധാകരന് കഴിഞ്ഞ പാർലമെൻറ്റ് അയച്ചിട്ട് വെറും 21% മാത്രം പാർലമെൻറ്റ് ഹാജര് വേണ്ടി ആകെ 25 കോടി ഒരു MPക്ക് 5 കൊല്ലം കൊണ്ട് ഒരു മണ്ഡലത്തിൽ ചെലവാക്കാം. വെറും 5 കോടി രൂപ മാത്രം ചെലവായിക്കൊണ്ട് 20 കോടി രൂപ ലാപ്സായി പോയതായി മണ്ഡലത്തിൻ്റെ കഥ. ഇപ്പോഴത്തെ സിറ്റിംഗ് MP ആയ സുധാകരൻ ജയിക്കാനുള്ള പ്രയാസമായിരിക്കും. കാരണം എന്താ? കാരണം അവരിൽ തമ്മിലുള്ള വഴക്ക് പ്രശ്നവും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഗ്രൂപ്പ് കാര്യങ്ങളെല്ലായിട്ടുള്ള വരുന്നില്ലല്ലോ. അതുകൊണ്ടൊരു സഹകരിച്ച് മുന്നോട്ട് പോകുന്നില്ലല്ലോ അവർ. കാരണം അവരെ അധികം ആളും പോകുന്നു എല്ലാ സ്ഥിതികളിലും ജനങ്ങൾ വിലയിരുത്തില്ല. നേരം ഇനിയിപ്പോൾ സുധാകരൻ ജയിച്ചു പോയാലും സുധാകരൻ്റെ വേറെ രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്നുള്ളത് ചിന്തിക്കുമല്ലോ ആളുകൾ. ആ ഒരു സ്ഥിതിഗതികൾ എന്തായാലും മനസ്സിലുണ്ടല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ സുധാകരൻ ജയിക്കാനുള്ള പ്രയാസം ഉണ്ടാകും.